ചില വീട്ടമ്മമാർക്ക് പറയും രാവിലെ എണീക്കുമ്പം പിടുത്തമുണ്ട്, കൈകാലുകളിൽ പിടുത്തമുണ്ട്, ചെറിയ ജോയിൻസിലൊക്കെ പിടുത്തമുണ്ട്. ചിലപ്പോൾ അതൊരു വക വയ്ക്കില്ല അവർ. എന്നിട്ട് അവരവർ പണിയെടുത്ത് അങ്ങോട്ട് തുടങ്ങിപ്പോവും. ഒരു ഉച്ചയാകുമ്പോൾ 10 മണി കഴിഞ്ഞിട്ടെല്ലാം ആകുമ്പോൾ അവർ വേദനകൾ കുറയും. അപ്പോൾ അവരതിനെപ്പറ്റി ബോധേഡായിരിക്കില്ല. ഇതേ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് രാത്രിയിൽ വേദന വരുന്നു, എഗെയിൻ മോർണിംഗ് ആകുമ്പോൾ സ്റ്റിഫാകും, ബോഡി സ്റ്റിഫാകും, ഒരു ആകെ മൊത്തം ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവും. ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എപ്പോഴാണ് നമ്മളത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കണക്കാക്കേണ്ടത്? നമുക്ക് ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് ഒരു അരമണിക്കൂറിലധികം ലാസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ 1/2 തൊട്ട് 1 മണിക്കൂറിലധികം ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് സന്ധിവാതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. സോ അത് ഒരു മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് വാതസംബന്ധമായ ലക്ഷണത്തിൽ വരും. അതേസമയത്ത് നമുക്ക് മുട്ട് തേയ്മാനോ അല്ലെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ അവിടെ തേയ്മാനോ രാവിലെ എണീക്കുമ്പോൾ ചെറിയൊരു പിടുത്തം ഉണ്ടാവും. പക്ഷേ ആ പിടുത്തം ഒരു 10-15 മിനിറ്റ് നേരത്തേക്കേ ഉണ്ടാവും. പക്ഷേ നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് കയ്യോ കാലോ മൂവ്മെൻറ്റും എക്സസൈസും ചെയ്യുമ്പോൾ അത് കുറയും. പക്ഷേ ഹാഫ് ആൻ അവറോ 1 മണിക്കൂറിലധികമുള്ള പിടുത്തം അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അത് സന്ധിവാതത്തിൻ്റെ ഒരു ലക്ഷണമാണ്.